കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മനോരമ ഹോർട്ടൂസ് 2025 അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ച പ്രത്യക്ഷത്തിൽ അക്കാദമിക് സ്വഭാവമുള്ള ഒന്നായിരുന്നെങ്കിലും സമകാലിക ഇന്ത്യൻ ഭൗതിക വ്യാപാരങ്ങളിലെ ആഴത്തിലുള്ള ഒരു പ്രതിസന്ധിയെയാണ് തുറന്നു കാണിച്ചത്. പ്രത്യേകിച്ചും പാനലിസ്റ്റുകളിൽ ഒരാളായ ശ്രീജിത്ത് പണിക്കരുടെ ഇടപെടൽ ആധുനിക അംബേദ്കർവാദികൾ ശ്രദ്ധാപൂർവ്വം നിർമ്മിച്ചെടുത്ത രാഷ്ട്രീയമായി സൗകര്യപ്രദമായ അംബേദ്കർ എന്ന ഏകശിലാ വിഗ്രഹത്തെ വ്യവസ്ഥാപിതമായി തകർത്തു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ സാർവത്രികമായിട്ട് നമ്മൾ കാണുന്ന ഒന്ന വസ്ത്രമാണ് നമ്മൾ ഇവർ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ ബുർഖ. ഓക്കെ, ഈ പർദ്ദയെക്കുറിച്ച് ബുർഖയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ദീസ് ബുർഖ വിമൻ വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹിഡിയസ് സൈറ്റ്സ് വൺ ക്യാൻ വിറ്റ്നസ് ഇൻ ഇന്ത്യ. ബുർഖ ധരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ടോ? ഇത് പറഞ്ഞത് ജി സുകുമാരൻ നായരായിരുന്നെങ്കിലോ, ഇത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനായിരുന്നെങ്കിലോ, നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും? ഇന്നത്തെ കാലത്തോ അന്നത്തെ കാലത്തോ സാമൂഹ്യ പ്രസക്തിയുള്ള നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കറൈറ്റുകൾ ചിന്തിക്കണം എന്നാണ്. അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നൊന്നും ആർക്കും ആരോടും പറയാൻ പറ്റില്ല. സൗകര്യമുള്ള പോലെ ആൾക്കാർ വായിക്കും. അതാണത് എൻ്റെ ഒന്നാമത്തെ ഉത്തരം. ശ്രീജിത്ത് പണിക്കരുടെ കേന്ദ്രവാദം ഇതായിരുന്നു. അംബേദ്കറെ കുറിച്ചുള്ള ചർച്ചകൾ ഹിന്ദു ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിൽ മാത്രം ബോധപൂർവം തളച്ചിടുന്നു. എന്നാൽ മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിനിശിതമായ വിമർശനങ്ങൾ സൗകര്യപൂർവ്വം മറച്ചുവെക്കപ്പെടുന്നു. ഈ ഇരട്ടത്താപ്പിനെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് വായന എന്ന് കൃത്യമായി വിശേഷിപ്പിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്നു. ആദിവാസികളും ദളിതരും LLB പഠിക്കാഞ്ഞിട്ടാണോ, LLBക്ക് പോകാഞ്ഞിട്ടാണോ, മുസ്ലിങ്ങൾ പോകാഞ്ഞിട്ടാണോ? പോകുന്നുണ്ട്, പക്ഷേ അവരെ പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു സാമൂഹ്യ സംവിധാനം. അംബേദ്കറുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദപരമായ കാഴ്ചപ്പാടുകൾ പണിക്കർ സദസ്സിന് മുമ്പിൽ തുറന്നുവെച്ചു. താൻ ഉദ്ധരിക്കുന്നത് അംബേദ്കറെയാണെന്ന മുഖവുരയോടുകൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച സഹ പാനലിസ്റ്റുകളെ പ്രതിരോധത്തിലാക്കിയ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എൻ്റെ പോയിന്റിനെ ഇവർ രണ്ടൊരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. ഇത് ഞാൻ പറഞ്ഞ ആരോപണത്തിനെ നിങ്ങൾ ശരിവെക്കുകയാണ്. നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ്. ധരിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള അംബേദ്കറുടെ നിരീക്ഷണം അദ്ദേഹം ഉദ്ധരിച്ചു. അംബേദ്കറുടെ വീക്ഷണത്തെ പണിക്കർ മലയാളത്തിൽ സംഗ്രഹിച്ചത് ഇങ്ങനെയാണ്. മൗലാന മുഹമ്മദ് അലിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്യന്തികമായ കൂറ് ഇന്ത്യയോടാണോ അതോ എന്ന അംബേദ്കറുടെ സംശയവും അദ്ദേഹം ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ആധുനിക അംബേദ്കറൈറ്റുകൾ എതിർക്കുകയും എന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാർ നയങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അംബേദ്കറുടെ യഥാർത്ഥ നിലപാടുകൾ പണിക്കർ ഒരു പട്ടികയായിട്ട് അവതരിപ്പിച്ചു. ആർട്ടിക്കിൾ 370 കശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതിനെ അംബേദ്കർ ശക്തമായി എതിർത്തിരുന്നു എന്ന് പണിക്കർ ചൂണ്ടിക്കാണിച്ചു. UCC അഥവാ ഏകീകൃത സിവിൽ കോഡ്, ഒരു പൊതു സിവിൽ കോഡിനായി അംബേദ്കർ ഉറച്ച നിലപാടെടുത്തുവെന്നിരുന്ന് അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിച്ചു. അതുപോലെ മുത്തലാഖ് നിരോധനം, ബഹുഭാര്യത്വം, ഏകപക്ഷീയമായ തലാഖ് തുടങ്ങിയ സംവിധാനങ്ങൾ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്നതാണെന്ന് അംബേദ്കർ നിശിതമായി വിമർശിച്ചിരുന്നതായി പണിക്കർ വാദിച്ചു. CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം, പാകിസ്ഥാനിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ അഭയം നൽകണമെന്ന അംബേദ്കറുടെ ആഗ്രഹം പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്നിലെ തത്വങ്ങളുമായി അദ്ദേഹം ബന്ധിപ്പിച്ചു. ഈ നേരിട്ടുള്ള വെല്ലുവിളികൾ സഹ പാനലിസ്റ്റുകളിൽ നിന്ന് ബൗദ്ധികമായ സംവാദത്തിന് പകരം ഒരു പ്രതിരോധാത്മകമായ പിൻവാങ്ങലിലേക്കാണ് വഴിതെളിച്ചത്. ശ്രീജിത്ത് പണിക്കരുടെ മൂർച്ചയേറിയ വാദങ്ങൾക്ക് മുന്നിൽ സഹ പാനലിസ്റ്റുകളായ സണ്ണി M കപ്പിക്കാടും ഡോക്ടർ TS ശ്യാംകുമാറും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളെ നേരിട്ട് ഗണ്ണിക്കുന്നതിന് പകരം തങ്ങൾക്ക് കൂടുതൽ പരിചിതവും വിവാദരഹിതവുമായ അംബേദ്കർ ദർശനത്തിന്റെ മേഖലകളിലേക്ക് തന്ത്രപരമായി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പണിക്കരുടെ കേന്ദ്രവാദത്തെ അഭിമുഖീകരിക്കാനുള്ള വിമുഖത ഫലത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഒരു പരോക്ഷമായ സാധൂകരണമായി മാറി. അംബേദ്കറുടെ ഇസ്ലാം വിമർശനങ്ങളെ കുറിച്ചുള്ള പണിക്കരുടെ ചോദ്യങ്ങളെ സണ്ണി M കപ്പിക്കാടും ശ്യാംകുമാറും പൂർണ്ണമായും ഒഴിവാക്കി. പണിക്കരുടെ വാദങ്ങൾക്ക് മറുപടി നൽകാത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് സണ്ണി കപ്പിക്കാട് നടത്തിയ പ്രസ്താവന ഈ ഒഴിഞ്ഞുമാറ്റത്തിന്റെ വ്യക്തമായ തെളിവായിരുന്നു.
ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതിന് പറ്റിയ വേദിയല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് എന്നാണ് കപ്പിക്കാട് പറഞ്ഞത്. അംബേദ്കറെ എങ്ങനെ വായിക്കണമെന്ന് ചർച്ച ചെയ്യുന്ന വേദിയിൽ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ഒരു സുപ്രധാന ഭാഗം ചർച്ച ചെയ്യാൻ ഇത് ഉചിതമായ വേദിയല്ലെന്ന് പറഞ്ഞത് പണിക്കരുടെ ഈ തെരഞ്ഞെടുപ്പ് വായന എന്ന ആരോപണത്തെ ശരിവെക്കുന്നതായിരുന്നു. പണിക്കർ ഉയർത്തിയ അസൗകര്യപ്രദമായ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ സഹ പാനലിസ്റ്റുകൾ സംവാദത്തെ ഗ്രേഡഡ് ഇനീക്വാലിറ്റി, അതായത് ഒരു ശ്രേണീകരണമായ അസമത്വം, ബ്രാഹ്മണ്യം, മനുസ്മൃതി എന്നിവയെക്കുറിച്ചുള്ള അംബേദ്കറുടെ വിമർശനങ്ങളിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. ഇത് കേവലം വിഷയമാറ്റമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആശയപരമായ സുരക്ഷിത താവളങ്ങളിലേക്ക് പിൻവാങ്ങാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. പണിക്കരുടെ ചോദ്യങ്ങൾ അപ്രസക്തവും ഒരുപക്ഷെ ദുരുദ്ദേശപരവുമായ ഒന്നായി ചിത്രീകരിക്കാനും സംവാദത്തിന്റെ നിയന്ത്രണം ഒന്ന് തിരിച്ചുപിടിക്കാനും ഇതിലൂടെ അവർ ശ്രമിച്ചിരുന്നു. ഈ വിഷയങ്ങൾ അംബേദ്കർ പഠനത്തിൽ അനിഷേധ്യമാണെങ്കിലും സംവാദത്തിൽ അവ അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ പണിക്കർ ഉയർത്തിയ കേന്ദ്ര പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള അത് ഒളിച്ചോടാനാണെന്ന് വ്യക്തമായിരുന്നു. ചർച്ചയുടെ അവസാന നിമിഷങ്ങൾ സംഘർഷഭരിതമായിരുന്നു. പണിക്കർ ഉന്നയിച്ച വാദങ്ങളെ ഭൗതികമായി നേരിടുന്നതിന് പകരം സഹ പാനലിസ്റ്റുകളുടെ സദസ്സിലെ ഒരു വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാക്കാനുള്ള നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ ഒരു സംഘർഷത്തിന് കാരണമായി. ഇത് ഭൗതിക സംവാദത്തിന്റെ തകർച്ചയുടെ ഒരു നേർക്കാഴ്ചയായി. ഗർഭിണി ഭാര്യയെ ഉപേക്ഷിച്ചതിനാൽ ശ്രീരാമൻ നീചനായ ഒരു ഭരണാധികാരിയാണെന്നാണ് വിമർശിച്ചത്. പണിക്കർ ഇതിനെ രാജനീതി എന്ന സങ്കല്പം ഉപയോഗിച്ച് ശക്തമായ ഒരു മറുപടി നൽകി. ഒരു ഭരണാധികാരിയുടെ പൊതുവായ കർത്തവ്യം വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാൾ വലുതാണെന്നും പാശ്ചാത്യ സങ്കല്പമായ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന തത്വത്തിന് സമാനമായ ഒന്നാണിതെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ഈ ഭൗതികമായ മറുപടിയെ സദസ്സിലെ ഒരു വിഭാഗം കൂക്കി വിളികളോടെയാണ് നേരിട്ടത്. ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം ശബ്ദം കൊണ്ട് അടിച്ചമർത്താനുള്ള ഒരു ശ്രമം. പണിക്കരുടെ മറുപടികൾക്കിടെ സദസ്സിൽ നിന്നുള്ള തുടർച്ചയായ ഇടപെടലുകളും മോഡറേറ്ററുകളുടെ സമയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അദ്ദേഹത്തെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമായി മാറി. എന്നാൽ തനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കിയ പണിക്കർ തന്റെ പ്രാരംഭവാദത്തെ സാധൂകരിക്കുന്ന അവസാനത്തെ അണിയടിച്ചു. മറ്റു മതങ്ങളെക്കുറിച്ച് അംബേദ്കറുടെ വിമർശനങ്ങൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യാനോ അംഗീകരിക്കാനോ ഇന്നത്തെ അംബേദ്കർ റൈറ്റ്സുകൾക്ക് ധൈര്യമില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എന്റെ പോയിന്റിനെ ഇവർ മനോരമ നിങ്ങളുടെ അപ്പോളജിയിൽ I think we can discuss outside. Exactly. Please we can I totally agree. Otherwise it will be far-fetched. Thank you. Please we can continue the discussion in a democratic way outside. Please